സൈക്കോ ലവ്. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ആർക്കും മുഖം കൊടുക്കാതെ കാറിൽ കയറിയിരിക്കുന്ന ശിവയെ സ്റ്റീഫനും കോച്ചിയും പുരുകം ചുടിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി. കോച്ചിന് എന്നെ പറ്റിച്ചായ രാവിലെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. സ്റ്റീഫൻ ശിവയുടെ പെട്ടെന്നുള്ള പ്രവൃത്തി കണ്ട് കോച്ചിയോട് ചോദിച്ചു. അറിയാമേല സ്റ്റീഫ, നോക്ക്, കാറിൽ കയറുന്നതും പതിവില്ലാതെ കൊച്ച് കമന്ന് കിടക്കുന്നത്. സാധാരണ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ കാറി കൂവി ഇന്ന് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന കോച്ചാ. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കാണോ? കോച്ചിയും ചെറിയ ടെൻഷനോടെ പറഞ്ഞു. ഏയ്, അങ്ങനെയാണെങ്കിൽ കൊച്ചി നമ്മളോട് പറഞ്ഞേനെ, അവൾക്ക് എന്തെങ്കിലും വയ്യാകിയാവും. എന്തായാലും മാൻസിനെത്രേ, അതുവരെ നമ്മളായിട്ടൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട. സ്റ്റീഫൻ പറഞ്ഞതിന് കോച്ചിയും ശരിവെച്ചു. മാൻഷനിലെത്തിയതും ശിവ വേഗം കാറിൽ നിന്ന് ഇറങ്ങി ആർക്കും മുഖം കൊടുക്കാത്ത സ്വന്തം റൂമിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് മറ്റു ജോലിക്കാരെല്ലാം പകച്ചവളെ നോക്കി. കോച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും സ്റ്റീഫനും ശിവയുടെ പതിവില്ലാത്ത പ്രവൃത്തികളിൽ എന്തൊക്കെയോ സംശയം തോന്നി. ഈ ചായ കോച്ചിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല അവള്. ഇനി ഈ ചായ നേരത്തെ പറഞ്ഞ പോലെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണൂ? സ്റ്റീഫൻ കോച്ചിയോട് സ്വന്തം നെറ്റിയിൽ വിരൽ കൊണ്ട് നുഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. നീ ചുമ്മാ എന്നെ കൂടെ ടെൻഷനാക്കല്ലേ, അത് ചിലപ്പോൾ അവൾക്ക് വയ്യാത്തതുകൊണ്ട് കിടക്കാൻ വേണ്ടി പോയതാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോച്ച് നമ്മളോട് പറഞ്ഞേനെ. സ്വയം ആശ്വസിക്കും പോലെയാണ് കോച്ച് സ്റ്റീഫനോട് അങ്ങനെ പറഞ്ഞത്. വേണി, അതിന് കോച്ചിയെ ഒന്ന് നോക്കി മൂളിയിട്ട് തിരിഞ്ഞപ്പോഴാണ് ചെടി നിരക്കുന്ന വേണിയെ സ്റ്റീഫൻ കണ്ടത്. അവളൊന്ന് ഉറക്കം വിളിച്ചതും അവൾ കയ്യിൽ നിന്ന് ഓസ് താഴേക്ക് ഇട്ട് അവർക്ക് അടുത്തേക്ക് ചെന്നു. എന്താ വിളിച്ചത്? സാരിത്തുമ്പിൽ നിറഞ്ഞ കൈ തുടച്ചുകൊണ്ട് വേണി കാര്യം തിരക്കി. ശിവമേഡത്തിനെന്തോ വയ്യാകിയുണ്ടെന്ന് തോന്നുന്നു. വേണിയുടെ ശ്രദ്ധ എപ്പോഴും മേഡത്തിലുണ്ടായിരിക്കണം. സ്റ്റീഫൻ വേണിയോട് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു. അവിടെയുള്ള സാധാരണ ജോലിക്കാർക്കൊക്കെ അവിടുത്തെ ഗാർഡ്സിനെ പേടിയായിരുന്നു. അതിലെ മെയിൻ ആളാണ് സ്റ്റീഫനും കോച്ചിയും. അതുകൊണ്ട് തന്നെ അവരോട് ആരും പേടിച്ചിട്ടൊന്നും മിണ്ടാൻ പോലും ചെല്ലാറില്ല. ഞാൻ നോക്കിക്കൊള്ളാം, വേണി വിധിയോടെ പറഞ്ഞു. ശരിയെന്നാ, വേണി പൊക്കോ. ശബ്ദത്തിലെ കടുപ്പം അല്പം പോലും കുറക്കാതെ സ്റ്റീഫൻ അവളോട് പറഞ്ഞു. വേണി ശരിയെന്ന് തലയാട്ടിയിട്ട് അവിടുന്ന് തിരികെ പോയതും ശിവയുടെ കാറ്റിൽ ഇരുവർക്കും ചെറിയൊരു ആശ്വാസം തോന്നി. ബാക്കി കാര്യങ്ങൾ വേണ്ടതുപോലെ വേണി നോക്കിക്കോളൂന്ന് അവർക്ക് അറിയാമായിരുന്നു. ഈ ചായ വാ, നമുക്കൊരു പണിയുണ്ട്. കോച്ചിയോട് കൗരവത്തോടെ തന്നെ സ്റ്റീഫൻ പറഞ്ഞു. ആരെയാടാ പണിയുണ്ട്? സ്റ്റീഫന്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് മുഖത്ത് വന്യത നിറച്ചുകൊണ്ട് കോച്ച് ചോദിച്ചു. ഒരു പാർത്തന മുതലാളി നാളെ കഴിഞ്ഞ ഗോഡൌണിൽ ഉണ്ടാകുന്ന ബോസിന്റെ പുതിയ ഓർഡർ. സ്റ്റീഫൻ അല്പം പൂച്ചത്തോടെയായിരുന്നു പാർത്തന്റെ പേര് പറഞ്ഞത്. എന്നാ പിന്നെ സമയം കളയാതെ നീ വാ, ഇന്ന് തന്നെ അവനെ അങ്ങ് പൊക്കിയേക്കാം. ഇങ്ങനെയുള്ള ജോലികൾ അധികം വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. കോച്ചിട്ടിരുന്ന ഷർട്ടിന്റെ സ്ലീവ് അല്പം മുകളിലേക്ക് ചുരുട്ടി വെച്ച് അരയിൽ നിന്ന് പിസ്റ്റൾ ഒന്നുകൂടി അവിടെ തന്നെ തിരികെ വെച്ചുകൊണ്ട് നിസാര മട്ടിൽ പറഞ്ഞു. അതിന് സ്റ്റീഫനും ചെറുതായെന്ന് ചിരിച്ചുകൊണ്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഇതേ സമയം വേണി എത്ര വിളിച്ചിട്ട് ശിവ കഥക് തുറന്നില്ല. ശിവ കഥക് തുറക്കാതെ വന്നതും വേണിയിൽ വല്ലാത്ത ടെൻഷൻ നിറഞ്ഞു. ഞാൻ കുറച്ചു നേരം ഒന്ന് കേടക്കട്ടെ ചേച്ചി. വീണ്ടും വീണ്ടും വേണി കഥകൾ തട്ടി വിളിച്ചതും സഹികെട്ടി ശിവ വാതിൽ തുറക്കാതെ തന്നെ ഉറക്കം വിളിച്ചു പറഞ്ഞു. ഫുഡെങ്കിലും കഴിച്ചിട്ട് കിടക്ക് ശിവ, പ്ലീസ്. നീ വാതിലൊന്ന് തുറക്ക്, ഞാൻ തലവേദനക്കുള്ള മരുന്ന് തരാം. വേണി ശിവ മറുപടി തന്നതിൽ അല്പം ആശ്വാസത്തോടെയും എന്നാൽ ശിവയെ നേരിട്ടൊന്ന് കണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് സ്വയം ഉറപ്പുവരുത്താൻ വേണ്ടിയും അവളോട് പറഞ്ഞു. എനിക്ക് വേണ്ട, പ്ലീസ്, എന്നൊന്ന് വെറുതെ വിട്, തലവേദനിക്കുന്നു, ഞാൻ കിടക്കട്ടെ. ശിവ കുറച്ച് ഈർഷ്യയോടെയും ദേഷ്യത്തോടെയും വേണിയോട് പറഞ്ഞു. ശരി, എന്തെങ്കിലും ആവശ്യം വന്ന് തന്നെ വിളിച്ചാൽ മതി. ഒരു തരത്തിലും അവൾ അടുക്കുന്നില്ലെന്ന് കണ്ടതും വേണി നിസ്സഹായമായി പറഞ്ഞു. അകത്തിന്ന് ഉത്തരമൊന്നും കിട്ടാതെയായതും വേറെ വഴിയില്ലാതെ വേണി തിരികെ കിച്ചണിലേക്ക് തന്നെ പോയി. വേണി പോയെന്ന് മനസ്സിലായതും ശിവ ബെഡിലേക്ക് കിടന്ന് താലേണിയിൽ മുഖം പൂഴ്ത്തി ആർത്ത് കരഞ്ഞു. ഹിമയോട് താൻ ചെയ്തതിൽ അവൾക്ക് കുറ്റബോധം തോന്നിയില്ല. ഹിമ അവളെ തല്ലിയതിലും അവൾക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷെ പ്രിൻസി മാധവന്റെ വാക്കുകളും വെറുപ്പോടെയുള്ള സംസാരവും അവളുടെ വീട്ടുകാരെ പോലും അവൾ പഴിച്ചതൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് തന്നെ മെഴുതിയെ പിടിച്ചു നിർത്താനായില്ല. അവളുടെ നീര് വന്ന് വീർത്ത കാവൾ അവൾ വേദനയോടൊന്ന് തൊട്ടു. സത്യം വന്നാൽ എങ്ങനെ പ്രതികരിക്കുന്ന ഓർത്തപ്പോൾ തന്നെ അവൾക്ക് വല്ലാതെ ഭീതി തോന്നി. സത്യം ഇതൊന്നും അറിയരുതെന്ന് അവൾ മനസ്സിൽ കരുതി. അഞ്ജുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. കിരണാണ് അവരെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തത്. കിരണിന്റെ സംസാരത്തിലും സ്നേഹത്തോടെയുള്ള ഇടപെടലും മയക്കവനെ നന്നായി തന്നെ ബോധിച്ചിരുന്നു. ഇതേസമയം വേണു ലിയയുടെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടു. അവളുടെ മുഖത്തെല്ലാം നല്ല രീതിയിൽ തന്നെ മുറിവ് പറ്റിയിരുന്നു. കൈക്കും കാലും പരിക്കുണ്ട്. ആകെ ക്ഷീണിച്ച് കിടക്കുന്നവളെ അയാൾ അരുമയോടെ നോക്കി. എന്നാൽ ആ കിടപ്പിൽ മഞ്ജുവിനും കിരണും വിട്ട് അവൾ കൊടുത്ത പണിയോട് സന്തോഷിച്ച് കിടക്കുകയായിരുന്നില്ല. കിരണിന്റെ കരച്ചിൽ മുമ്പിൽ കണ്ടെന്നോണം അവൾ വീണ്ടും വീണ്ടും ആ രംഗം മനസ്സിലോർത്ത് പുഞ്ചിരിച്ചു. വേണുവാണെങ്കിൽ അവളുടെ മുഖത്ത് ചിരി കണ്ട് അവളെ സംശയത്തോടെ മുഖം ചൂടിച്ച് നോക്കി. എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? നിനക്ക് വേദന തോന്നുന്നില്ലേ? വേണു പതിയെ അവളോട് ചോദിച്ചു. അത് കേട്ട് അവൾ അയാളെ ചെറു ചിരിയോടെ നോക്കി.
ഞാൻ ആ കിരണിനും മഞ്ജുവിനിട്ടൊരു പണി കൊടുത്തിട്ടുണ്ട് ഡാഡി. അവർ സഞ്ചരിച്ച ബൈക്ക് ഞാൻ എൻ്റെ കാറ് കൊണ്ട് ചെറുതായി നിടിപ്പിച്ചു. ആ ഇടിയിൽ 5 റോഡിലേക്ക് തെറിച്ചു വീണു. രക്തത്തിൽ കുളിച്ചു കിടന്ന അവൾക്ക് വേണ്ടി ആ കിരണിൻ്റെ മുമ്പിൽ കിടന്ന ആർത്ത് കരഞ്ഞത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഡാഡി ഞാൻ ചിരിച്ചത്. വേദന കൊണ്ട് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും മനസ്സിലെ സന്തോഷം കൊണ്ട് അവൾ ആവേശത്തോടെ വേണുവിനോട് പറഞ്ഞു. എനിക്ക് എന്തോ അവൻ്റെ ആ കരച്ചിൽ വല്ലാതെ ലഹരി നൽകുന്നത് പോലെ, വീണ്ടും വീണ്ടും ആ കണ്ണുനീർ കാണാൻ എൻ്റെ ഉള്ളിൽ തുടിക്കുന്നത് പോലെ. അഞ്ജു അവളെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിക്കൊണ്ട് ഞാൻ അവനെ കരയിപ്പിക്കും. എന്നിട്ട് സന്തോഷത്തോടെ അവൻ്റെ കരച്ചിൽ കണ്ട് ഞാൻ ആർത്ത് ചിരിക്കും. വല്ലാത്തൊരു തരം ഭാവത്തോടെ അവൾ അയാളോട് പറഞ്ഞു. എൻ്റെ മോളെ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം നിന്റെ വയ്യായിക്കൊന്ന് മാറട്ടെ. വേണവളെ തൽക്കാലം മടക്കി നിർത്താനായി പറഞ്ഞു. എനിക്ക് ശരീരമൊക്കെ നന്നായി വേദനിക്കുന്നുണ്ട് ഡാഡി. പക്ഷെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണെന്ന് തോന്നുന്നത്. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. ഈ സമയം ശരിക്കും ആഘോഷിക്കേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ഈ അവസ്ഥയിലായി പോയില്ലേ. ഇതൊക്കെ പെട്ടെന്നങ്ങ് മാറും. കിരണിൻ്റെ സങ്കടം കണ്ട് തൻ്റെ സന്തോഷം ആഘോഷിക്കാൻ പറ്റാത്ത ചെറിയ നിരാശയോടെയും അതുപോലെ തൻ്റെ വയ്യായ്ക്ക് വേഗം മാറുമെന്ന പ്രതീക്ഷയോടെയും അവൾ വേണുവിനോട് പറഞ്ഞു. സ്വന്തം അശ്രദ്ധ മൂലം സംഭവിച്ച ആക്സിഡൻ്റ് ആണെന്നാണ് ലിയ കരുതിയത്. ഇതേസമയം വേണുവിൻ്റെ മനസ്സിൽ വല്ലാത്ത ഭയം നിറഞ്ഞു. ശരീര സൗന്ദര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നവളാണ് ലിയ. ഇപ്പോൾ അവളുടെ മുഖം നിറയെ മുറിവുകളും പോറലുകളുമാണ്. അതിതുവരെ അവൾ ശ്രദ്ധിച്ചില്ല. സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്ന നിമിഷം അവളൊരു ഭ്രാന്തിയെ പോലെ പെരുമാറുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. മുറിവും അതിലൂടെ വന്ന മുഖത്തെ പാടുകൾ താൽക്കാലികവും അത് പറയാൻ മാറാവുന്നതേ ഉള്ളെങ്കിൽ കൂടിയും ലിയക്കത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് ഓർക്കെ വേണു നിസ്സക്കനായി. വേണുവിൻ്റെ മുഖത്തെ നിസ്സഹായത ശ്രദ്ധിക്കാതെ ലിയ കിരണിനെ വേദനിപ്പിക്കാനുള്ള പുതിയ പ്ലാനുകൾ മനസ്സിൽ കണക്ക് കൂട്ടി. ഇതേ സമയം വീട്ടിൽ ചെന്ന് മുതൽ അഞ്ജുവിനെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ മായ സമ്മതിച്ചില്ല. അഞ്ജുവിനെ വഴക്കും കിരണിനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തിയും പറയുന്നുണ്ട്. ആ കൊച്ചനെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു. അതെങ്ങനെയാ? അവളുടെ കണ്ണ് മാനത്തല്ലേ. വലവരെയും വായി നോക്കി നടന്നു കാണും. ഒരു ശ്രദ്ധയില്ല പെണ്ണിന്. അലക്കാനുള്ള തുണികൾ അയലിൽ നിന്നും പുറക്കിയെടുത്തുകൊണ്ട് മായ ആരോടൊന്നില്ലാതെ പുലുമ്പി. അഞ്ജു ആണെങ്കിൽ ആ മഹാൻ കാരണമാണ് താൻ ഈ കിടപ്പ് കിടക്കുന്ന മട്ടിൽ പല്ല് കടിച്ചുകൊണ്ട് മായ ഒന്ന് നോക്കി. പാവം, ആ ചെറുക്കൊരു ചായ പോലും ഇട്ടു കൊടുത്തില്ല. അതെന്ത് കരുതി കാണുമോ എന്തോ. ദേവചേച്ചിയുടെ മൂത്ത മോനാണെന്നല്ലേ പറഞ്ഞത്. ഇനി മാളികശ്ശേരി ചെല്ലുമ്പോൾ കാണാലോ. മായ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ അഞ്ജുവിനെ കുറിച്ച് ആശ്വാസം തോന്നി. നല്ല കൊച്ചന. എൻ്റെ മോളെ കെട്ടിക്കുവാണെങ്കിൽ ഇതുപോലുള്ളൊരു ചെക്കനെ കുറിച്ച് കെട്ടിക്കണം. അതിന് ദൈവം അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു. മായയുടെ വാക്കുകൾ കേൾക്കാൻ അഞ്ജുവിൻ്റെ മനസ്സിൽ ആനന്ദം നിറഞ്ഞു. അവൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം സന്തോഷം തോന്നി. കിരണിൻ്റെ മുഖം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. നാണത്തിൽ കലർന്നൊരു പുഞ്ചിരി അവളുടെ ചുടികളിൽ വന്നു മൂടി. സേതുവിൻ്റെ ഉറക്കെയുള്ള നിലവിളി കേട്ട് തറവാട്ടിലെല്ലാവരും വേഗം മുറ്റത്തേക്ക് ചെന്നു. അവിടെ മുറ്റത്തെ മണ്ണിൽ വീണ് കിടക്കുകയാണ് സേതു. അവളുടെ നെറ്റി ചെറുതായി പൊട്ടി രക്തം ഒലിക്കുന്നുണ്ട്. അവൾക്ക് മുമ്പിൽ പത്തി വിടർത്തി നിൽക്കുന്ന കരിമൂർഖനെ കണ്ട് എല്ലാവരും തറഞ്ഞു നിന്നുപോയി. ജഗനും മഹിയും ശിവനും ഒന്നും ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. പ്രവിയും കീർത്തവും സ്കൂളിൽ പോയിരുന്നു. കിരൺ അഞ്ജുവിനെ വീട്ടിലാക്കിയിട്ട് അത്യാവശ്യമായി ഏതോ ഫയൽ ക്ലിയർ ചെയ്യുവാനായി ഓഫീസിലേക്കും പോയി. രഘുവും പാടത്ത് പോയത് കാരണം അവിടെ ഇപ്പോൾ ഷാരിയും ഓമനയും കരുണനും രാജവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും ആകെ വിഷമിച്ചു. ആരെങ്കിലും നനങ്ങിയ പാമ്പ് സേതുവിനെ കൊത്തുന്നവർക്ക് തോന്നി. രാജൻ നാഗരാജാവിനെ വിളിച്ച് പ്രാർത്ഥന തുടങ്ങി. കരുണൻ തളർന്ന് സോപാനത്തിലെ തൂണിൽ ചാരിയിരുന്നു പോയി. ഷാരിയും ഓമനയും ചേർന്ന് സേതുവിന് അനങ്ങലിലെ ശബ്ദം ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴായിരുന്നു പ്രതീക്ഷിക്കാതെ ശ്യാം അവിടേക്ക് വന്നത്. സേതുവിൻ്റെ അവസ്ഥ കണ്ട് അവനെ നെഞ്ചൊന്നാളി. ശ്യാം വേഗം അവൾക്ക് അടുത്തേക്ക് കുതിക്കാൻ തുടങ്ങിയതും അവന് മുമ്പിൽ ഒരു തടസ്സം പോലെ ജഗന്റെ കാറ് പാഞ്ഞു വന്നു നിന്നു. ജഗൻ അല്പം ദൂരെ നിന്ന് കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ അവിടുത്തെ അവസ്ഥ കണ്ടിരുന്നു. കാർ നിർത്തിയതും ജഗൻ ഡോറ് തുറന്നതെന്ന് തിരികെ അടക്കാൻ പോലും മെനക്കെടാതെ സേതുവിൻ്റെ അടുത്തേക്ക് കുതിച്ചു. ജഗനെ കണ്ട് ശ്യാമിന്റെ മുഖം ഇരുണ്ടപ്പോൾ അവനെ കണ്ട് സേതു ഉൾപ്പെടെയുള്ള ബാക്കി ഉണ്ടായിരുന്നവരുടെ മുഖത്ത് നേരിയൊരു ആശ്വാസം നിലച്ചു. സത്യത്തിരക്കുകളൊക്കെ കഴിഞ്ഞ് മാൻഷനിലേക്ക് വന്നപ്പോൾ തന്നെ നേരെ നന്നേ വൈകിയിരുന്നു. കാറ് ലോക്ക് ചെയ്തിട്ട് അവൻ നേരെ അകത്തേക്ക് കയറിയതും ഹാളിൽ ടെൻഷനോടെ നിൽക്കുന്ന വേണിയെയും വേറെ 3 വേടിനെയും കണ്ട് സത്യയുടെ മിഴികളൊന്ന് കൂർത്തു. സത്യയെ കണ്ടതും അവിടെ നിന്നവരുടെയൊക്കെ മുട്ട് പേടികൊണ്ട് കൂട്ടിയെടുക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്നവരെ കണ്ട് അവൻ ഗൗരവത്തോടെ അവർക്ക് അടുത്തേക്ക് ചെന്നു. സാധാരണ അവരാരും തന്നെ സത്യയോടൊന്നും സംസാരിക്കാൻ ചെല്ലാറില്ല. എന്തെങ്കിലും ആവശ്യകാര്യങ്ങൾ ഉണ്ടെങ്കിൽ കിരണിനോട് പറയുകയാണ് പതിവ്. ഇതിപ്പോൾ കിരണനും മനയും അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവർ സത്യയെ കാത്തുനിന്നത്. സത്യം ഒന്നും മിണ്ടാതെ ഒരു നിമിഷം പേടിയെയും കൂട്ടരെയും കത്തുന്ന മിഴികളാലൊന്നും നോക്കി നിന്നു. അവനെ നോട്ടം കണ്ട് തങ്ങളിപ്പോൾ പേടിച്ച് മരിച്ചു പോകുന്ന പോലും അവർക്ക് തോന്നിപ്പോയി. നിനക്കൊന്നും ഉറക്കല്ലേടി, പാതിരാത്രി ആരെ നോക്കി നിൽക്കോ എല്ലാം. കുറച്ചു നേരം നിന്നിട്ടും അവരാരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും സത്യം കുറച്ച് കടുപ്പിച്ചവരോട് ചോദിച്ചു. അത് സർ, ശിവമേഡം. വേണി വിക്കിക്കൊണ്ട് പറഞ്ഞതും സത്യയുടെ മുഖം ചുടിഞ്ഞു. പാറുനെന്താ? അവൻ്റെ മുഖം പെട്ടെന്ന് മാറി. അവളെ കൂടുതൽ ഗൗരവം നിറഞ്ഞു.
അത് മേഡം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ മുറിയിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും വന്നില്ല. വേണി എങ്ങനെയൊക്കെയോ അവനോട് കാര്യം പറഞ്ഞു. കാര്യം കേട്ട് കഴിഞ്ഞതും മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. സത്യ പോയെന്ന് ഉറപ്പായതും അതുവരെ ശ്വാസം പോലും വിടാൻ ഭയന്ന് നിന്നവർ ആശ്വാസത്തോടെ ശ്വാസം എടുത്തു വിട്ടു. എന്തൊരു മനുഷ്യനെയാണ്! എപ്പോൾ നോക്കിയാലും നമുക്കൊരു ദേഷ്യവും ഗൗരവവും മാത്രമേ ഉള്ളൂ. ആ പെൺകുച്ചി ഈ കാടിനെ എങ്ങനെ സഹായിക്കുന്നെന്തോ. സുധ എന്ന പേരുള്ള ജോലിക്കാരി അടുത്ത് നിൽക്കുന്ന രമയോട് പതിയെ പറഞ്ഞു. മിണ്ടാതിരിക്ക്, ഇല്ലെങ്കിൽ ഇതിനെ തല കാണില്ല. രമ ഭീതിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ പറഞ്ഞത് അയാൾക്ക് കേൾക്കില്ലല്ലോ. പിന്നെ ആ പെൺകൊച്ചില്ലേ ശിവാനി, അതിന് ഈ ഇടയായിട്ട് നല്ല അഹങ്കാരമുണ്ട്. സുധ രമയെ വകവെക്കാതെ വീണ്ടും ഓരോന്നും പറഞ്ഞു. സുധ വാസുദേവ്! പെട്ടെന്ന് കേട്ട അലർച്ചയിൽ സുധ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിവിറച്ചുകൊണ്ട് സ്റ്റെയറിന് മുകളിലേക്ക് നോക്കി. നാളെ മുതൽ നീ ഇവിടേക്ക് വരേണ്ടതില്ല. ഇനി നിന്നെ എൻ്റെ കണ്ണുനിൽ കണ്ടാം. സ്റ്റെയറിന് മുകളിലുള്ള ഇടനായിലെ കൈവരിയിൽ കൈകളൊന്നു നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് സത്യ വിളിച്ചു പറഞ്ഞതും സുധ പകപ്പോടെ അവനെ നോക്കി. താൻ ഇത്രയും പതിയെ പറഞ്ഞ കാര്യം അവൻ എങ്ങനെ കേട്ടെന്നോർത്ത് ഒരേ സമയം അവരിൽ ഭയവും ആശ്ചര്യവും നിറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്ന മട്ടിൽ സുധയെ സഹതാപത്തോടെ നോക്കി. സത്യ അവരെ തറപ്പിച്ച് നോക്കിയിട്ട് ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് ഊരി മാറ്റി അവൻ നേരെ സ്വന്തം മുറിക്ക് മുമ്പിലേക്ക് ചെന്നു നിന്നു. പാറു, ഓപ്പൺ ദി ഡോർ. ഡോറിൽ തട്ടിക്കൊണ്ട് സത്യ ഉറക്കെ വിളിച്ചതും ശിവ ബെഡിൽ നിന്ന് പിടിഞ്ഞെഴുന്നേറ്റു. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളാകെ പരിഭ്രമിച്ചു. പാറു, നീയായി തുറക്കുന്നോ അതോ ഞാൻ ചാവിട്ടി പൊളിക്കണോ? വേറെ വഴിയില്ലാതെ ശിവ പതിയെ ചെന്ന് ഡോറ് തുറന്നു. അവൾ ഡോറ് തുറന്ന അടുത്ത നിമിഷം സത്യ അകത്തേക്ക് കയറി അവളുടെ വലത് കൈ പിടിച്ച് പുറകിലേക്ക് തിരിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ശിവ ആദ്യം പകച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പോയി. തൻ്റെ മുഖം അവനിൽ നിന്ന് ഒളിപ്പിക്കാനായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. സത്യ അവളുടെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അവളുടെ കാതോരം തന്നെ ചുണ്ടു ചേർത്തു. നീ എന്താ ഇതുവരെയായിട്ട് ഫുഡ് കഴിക്കാത്തത്? ഇതിനകത്ത് തന്നെ അടച്ചിരിക്കുന്നത് എന്തിനാ? അവൻ്റെ നിശ്വാസത്തോടൊപ്പം ആ കനമേറിയ ശബ്ദം കൂടി അവളുടെ കാതിലേക്ക് തുളഞ്ഞു കയറി. ശിവ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ അവൻ്റെ നെഞ്ചിൽ തന്നെ തലയിട്ടുരുങ്ങി. മുഖത്തേക്ക് നോക്കു പാറു. സത്യ ശബ്ദം കടുപ്പിച്ച് പറഞ്ഞു. ശിവ അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ മുഖം പോയി. സത്യ പതിയെ അവളുടെ കയ്യിൽ പിടിവിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ അങ്ങനെ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് അവൻ താഴേക്ക് നടന്നു. തൻ്റെ ശരീരം വായുവിൽ ഉയരുന്നതും മുൻപോട്ട് ചലിക്കുന്നതൊക്കെ അവൾ അറിയുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം പോയിട്ട് നോക്കാൻ അവൾ തയ്യാറായില്ല. സത്യക്കത് അവളുടെ കുറുമ്പായെ തോന്നിയുള്ളൂ. അതുകൊണ്ട് തന്നെ അറിയാതൊരു കുഞ്ഞു സന്തോഷം അവനിലും ഉള്ളിലെടുത്തു. ഡൈനിങ് റൂമിലെത്തിയത് സത്യ അവളുടെ ടേബിളിന് മുകളിലേക്ക് പിടിച്ചിരുത്തി. അപ്പോഴും മുഖം പോയിട്ടാതെ അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖം പോയിത്തിക്കൊണ്ട് രണ്ട് കൈകൊണ്ടും അവൻ്റെ ഷർട്ടിൽ തുരുത്ത് പിടിച്ചിരുന്നു. അവൻ അവളിൽ നിന്നും അകലാൻ പോലും അവൾ അനുവദിച്ചില്ല. സത്യബലമായി അവളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ ഉയർത്തി. അവളുടെ മുഖം കണ്ടതും അവൻ്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ശാന്തത മാറി. അവിടെ വന്യത നിറഞ്ഞു. അവൻ്റെ ഭാവമാറ്റം കാണി ശിവയിലും ഭയമുള്ളിലെടുത്തു. കരഞ്ഞു വീർത്ത മുഖവും നീര് വെച്ച് കല്ലിച്ച കവളും ചുവന്ന് കലങ്ങിയ മിഴികളും കവളിലാടുകൊണ്ട് പാടുകളൊക്കെയായി തനിക്ക് മുമ്പിൽ ഇരിക്കുന്നവളെ കണ്ട് സത്യയുടെ മിഴികളിൽ പോലും അഗ്നികരിഞ്ഞു. അവൻ അവളോടൊന്നും മിണ്ടാതെ മുഖത്തെയും കണ്ണിലെയും വന്യഭാവം ഒരു തരി പോലും കുറക്കാതെ ടേബിളിൽ നിർത്തി വെച്ച് പാത്രങ്ങളുടെ മൂടി തുറന്നു നോക്കി. ചപ്പാത്തിയും ചിക്കൻ കറിയും കുറുമയും പത്തിരിയുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് കണ്ട് സത്യ അവിടെ ഇരുന്ന് കുപ്പി ഗ്ലാസ്സിലൊന്ന് കയ്യിലെടുത്തു. ശിവന്റെ ചെയ്തികളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അവളുടെ ഉള്ളിൽ പല സംശയങ്ങളും ആശയങ്ങളും ഉള്ളിലെടുത്തു. തന്നെ ഈ കോലത്തിൽ കണ്ടിട്ടും അവന് തന്നോടൊന്നും ചോദിച്ചില്ലെന്നോർത്ത് അവൾക്ക് അത്ഭുതം തോന്നി. ഇതേസമയം സത്യ തന്റെ കയ്യിൽ നിന്ന് കുപ്പി ഗ്ലാസ്സിലേക്ക് വല്ലാത്തൊരു തരം ഭാവത്തോടെ നോക്കിക്കൊണ്ട് ആ ഗ്ലാസ് തന്റെ ഉള്ളം കൈയാലിട്ട് ഉരുട്ടി. എന്നിട്ട് അവൻ ആ ഗ്ലാസ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ നിശബ്ദതയെ പോലും വിറപ്പിച്ചുകൊണ്ട് വലിയൊരു ശബ്ദത്തോടു കൂടി ആ ഗ്ലാസ് പല കഷ്ണങ്ങളായി ചിഹ്നിച്ചിരി. ശിവൻ ഞെട്ടിക്കൊണ്ട് തുറച്ച മിഴികളോട് അവനെ ഭീതിയോടെ നോക്കി. അടുത്ത നിമിഷം തന്നെ വേണിയ 2-3 ജോലിക്കാരും അവിടേക്ക് പാഞ്ഞെത്തി.